ഹലോ ഗൈസ്, ഞാനാണ് നിങ്ങളുടെ സ്വന്തം വിരാട് കോഹ്ലി. അപ്പോൾ ഗൈസ് നമ്മുടെ ഫോൺ റിങ് ചെയ്യുന്നു. അപ്പം കാര്യം നോക്കാം. ഗൈസ് ധോണിയാണ്. എന്താണ് വിളിച്ചേ? എടാ ഞാനിപ്പോൾ പെട്ടിരിക്കുകയാണ്. എന്നെ ഇവിടെ പോലീസുകാരന്മാർ പിടിച്ചെത്തിയിരിക്കുന്നു. ചുമ്മാ ഞാൻ ചെയ്യാത്ത കുറ്റത്തിലാണ്. നിങ്ങളെ ഒന്ന് രക്ഷിക്കണം. ഗൈസ് നമ്മളെ പയ്യനെ ധോണിയെ ഒരു പോലീസുകാരന്മാർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്പീഡ് എങ്ങനെയെങ്കിലും പോകണം. പിന്നെ ഞാൻ തോക്കും എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് പേടിക്കണ്ട. നമുക്ക് നേരെയൊക്കെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം. പോലീസ് സ്റ്റേഷനിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ അവൻ പറഞ്ഞത് വലിയ പോലീസൊന്നും ഇല്ല, കുറച്ച് പോലീസുകാരെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഗൈസ് ഇപ്പം വെളിയിലെടുത്ത് നിൽക്കുന്നുണ്ട് പോലീസുകാരെ. നമുക്ക് അവരോട് പെർമിഷൻ ചോദിച്ചിട്ടേ കയറാൻ പറ്റൂ. അപ്പം നമുക്ക് ചോദിച്ചു നോക്കാം. നമുക്ക് പരാതി കൊടുക്കാനാണ് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചിട്ട് കയറാം. ഹലോ പോലീസുകാരാ, എനിക്കിവിടെ പരാതി കൊടുക്കാനുണ്ട്, ഞാനിപ്പോൾ കയറിക്കോട്ടാ? ഗൈസ് പോലീസുകാർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അകത്ത് കയറാൻ. ഗൈസ് നീ രണ്ടെണ്ണം ഇവിടെ നിൽക്കുന്നു ഗൈസ്. അപ്പോഴത്തേക്ക് നമുക്ക് ഇവരടുത്ത് പറയാം, മറ്റേ പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ട് കയറാൻ എന്ന് പറയാം. എന്നിട്ട് അങ്ങനെ എക്സാം കയറാം. സാറേ ആ സാറാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് കയറാൻ. നീ കേട്ടത് നേരെ. ഗൈസ് അവരെ പെർമിഷനും കിട്ടിയിട്ടുണ്ട്. ഇനി ഇവരൊന്നും നമ്മളൊന്നും പറയില്ല. നമുക്ക് അകത്തോട്ട് പോയിട്ട് നമ്മളെ ധോണി എവിടെ ഇരിക്കുമെന്ന് നോക്കാം. ഗൈസ് നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നമ്മളെ ധോണിയെ കാണാനില്ല. ഗൈസ് അവിടെ നിന്നൊരു ധോണി ഇരിക്കുന്നു ഗൈസ്. ഗൈസ് ധോണി എടാ, നിന്നെ അവരെന്തിനാടാ പിടിച്ചേ? എടാ വിരാട് കോഹ്ലി, എനിക്ക് അറിഞ്ഞൂടാ. അവന്മാരെന്നെ ചുമ്മാ കാറിലൂടെ പോയപ്പോൾ അവന്മാരെന്നെ വന്ന് ചുമ്മാ പിടിച്ചോണ്ട് ഇവിടെ വന്ന് സെല്ലിട്ടിരിക്കണം. എങ്ങനെ രക്ഷിക്കണം? നീ ഇപ്പോൾ ഇറങ്ങണങ്ങ്. എടാ ഞാനാണെങ്കിൽ വെടി വെക്കും, നീയും കൂടെ അവന്മാരെ പിടിക്കണം കേട്ടല്ല. ഞാൻ വെടി വെച്ച് തുടങ്ങിയിട്ടുണ്ട്, നീയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിക്കോ. ഗൈസ് നമ്മളവന്മാരെ അടിച്ച് കൊല്ലാനുള്ള കാരണം ധോണിയാണെങ്കിൽ ഫുൾ പവറിലാണ് ധോണി നിൽക്കുന്നത്. അവന്മാരെ പിടിച്ച് കൊല്ലുന്നുണ്ട് ധോണിയും പവറാണ്. ഗൈസ് ധോണിയെ വെറുതെ ഇരിക്കുന്നു. അടിയാകുമ്പോൾ ഗൈസ് നമ്മൾ പവറിന് ശേഷം ധോണി അടിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ കിടന്ന് വലിയ ഷോ നടക്കണ്ട, നമുക്ക് നൈസ് ഇറങ്ങിപ്പോവാം. നമുക്ക് ഇവന്മാരെയൊക്കെ ഒന്ന് കൊല്ലണം, കൊന്നിട്ടും കൊല്ലിക്കണം. ഗൈസ് ധോണി ഇപ്പോഴും ഫൈറ്റിംഗ് ആണ് മൊത്തം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. നമുക്ക് മുങ്ങി നമ്മളെ വീട്ടിൽ പോവാം. നൈസ വീട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഗൈസ് നമ്മളെല്ലാവരെയും കൊന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ധോണിയും കൊണ്ട് നൈസ വീഡിയോ ഉണ്ടോ. പിന്നെ ഇതൊരു കൊച്ചു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണം. പിന്നെ ഏതോത്ത് വീഡിയോ ഒക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ധോണി നമ്മൾ സേഫ് ആയിട്ടുണ്ട്. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ധോണിയെ സെൽഫ് ആക്കിയത്. അപ്പോൾ ഗൈസ് നമുക്കിനിയും അടുത്ത വീഡിയോയിൽ കാണാം. ഇത്രയുള്ള വീഡിയോ നമ്മളെ കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ ഗൈസ് ടാറ്റ.